ഏലപ്പാറ ടിക്കറ്റല്ലേ എവിടെ ഇറങ്ങാം? ഡാൻവർ എസ്റ്റേറ്റിലേക്കുള്ള വഴി ഏതാ അറിയില്ലേ? ഡാൻവർ എസ്റ്റേറ്റ്. കൊള്ളാം സാറേ, സരസ്വതി മാത്യുവിനെ അറിയും. നിങ്ങളെന്താ വല്ലാത്ത മട്ടിൽ സംസാരിക്കുന്നത്? ഒന്നുമില്ല സാർ, സരസ്വതി മാത്യു ആ എസ്റ്റേറ്റിലെ മുതലാളിയാണെന്ന് പറയുകയായിരുന്നു. ആ റോട്ടിൽ കൂടി ഒരു 3 മൈൽ നടന്നാൽ മതി. ശരി. CID ആണെന്നാ തോന്നുന്നേ. അതാ എന്റെയും സംശയം. ഏത് CID ആയാലും ആ സ്ത്രീ ആരെയും കുപ്പിയിലിറക്കും. ഈ ഡാൻവർ എസ്റ്റേറ്റ് എവിടെയാ? ദേ ആ കാണുന്ന കുന്നിന്റെ ചെരുവിലാ. ഇത് സരസ്വതി വിഹാറല്ലേ? അതെ 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 അതെ. സരസ്വതി മാത്യു ഉണ്ടോ? ഓ കാണാം സാർ. സാർ ഡാനോ സാഹിബ് ഇവിടെ ഇരുന്നാട്ടെ, ഇവിടെ ഇട്ടിരുന്നാട്ടെ. കൊച്ചപ്പ ഇപ്പൊ വരും. എന്റെ കുഞ്ഞിനെ കൊന്നത് ഞാനല്ല, അവനെ കൊന്നത് ഞാനല്ല. അവനെ കൊന്നത് ഞാനല്ല. ഭഗവാനെ, ചതിച്ചോ? ഇതാണോ സരസ്വതി മാത്യു? സരസ്വതി കൊച്ചമ്മ ഇപ്പൊ വരും. നേരത്തെ വന്ന പോലാണോ വരവ്? അപ്പൊ ഒരിക്കൽ വന്നോ? മിസ്റ്റർ ശങ്കരൻകുട്ടി അല്ലേ? അതെ. ഇന്റർവ്യൂവിന് 4 മണിക്ക് എത്തണമെന്നല്ലേ കത്തിൽ എഴുതിയിരുന്നത്? കൃത്യനിഷ്ഠ തീരെ ഇല്ലാത്തൊരു ബസ്സിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. വഴിനീളെ പണിമുടക്കിയാണ് ഏലപ്പാറ എത്തി. ഇരിക്കൂ. താങ്ക് യു. മുൻപ് എന്തായിരുന്നു നിങ്ങൾക്ക് ജോലി? മുൻപ് ജോലിയൊന്നും ഇല്ലായിരുന്നു. എന്തുവരെ പഠിച്ചിട്ടുണ്ട്? BA പാസ്സായിട്ടുണ്ട്. അപേക്ഷ എഴുതിയിരുന്നു. എസ്റ്റേറ്റുകളെ പറ്റി എന്തറിയാം? എസ്റ്റേറ്റുകളാണെന്നറിയാം, കൂടുതലാണെന്ന് അറിയില്ല. വീട്ടിൽ ആരെല്ലാം ഉണ്ട്? അച്ഛൻ, അമ്മ, സഹോദരി. അവരെല്ലാം നിങ്ങളുടെ സംരക്ഷണയിലാണോ?
ഞാൻ അവരുടെ സംരക്ഷണയിലാണ്. ജോസ്, ചായ കൊണ്ടുവരൂ. എനിക്കിപ്പോ ചായ വേണ്ട. കൊണ്ടുവരൂ. ശങ്കരൻകുട്ടിക്ക് എത്ര വയസ്സായി? 30. ഇത്രയും നാൾ ജോലിയില്ലാതെ എങ്ങനെ കഴിച്ചു കൂട്ടി? അതേപ്പറ്റി ഓർമ്മിച്ചില്ല. ഇപ്പോൾ ഓർമ്മിക്കാൻ കാരണം? ആ പരസ്യം കണ്ടുകൊണ്ട്. അതിനു മുമ്പ് പരസ്യമൊന്നും കണ്ടിട്ടില്ലേ? അപേക്ഷിക്കണമെന്ന് തോന്നിയ പരസ്യമൊന്നും കണ്ടില്ല. കുടിക്കൂ. ആ കൊലക്കേസ് ചാർജ് ചെയ്തിട്ടുണ്ടെന്നാണ് വക്കീൽ അദ്ദേഹം പറഞ്ഞത്. മാഹസർ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്. പ്രതിസ്ഥാനത്ത് ആരെയും ചേർത്തിട്ടില്ല. പാപ്പുകുട്ടി ചെന്ന് കാറെടുക്കോ. ശങ്കരൻകുട്ടി വരൂ. നമ്മുടെ എസ്റ്റേറ്റ് കണ്ടോ? ഇല്ല. നമ്മുടെ എസ്റ്റേറ്റ് കൂടെയാണ് നമ്മൾ വന്നത്. കണ്ടു. എസ്റ്റേറ്റ് എങ്ങനെയുണ്ട്? മനോഹരമാണ്. എസ്റ്റേറ്റ് തുടങ്ങുന്നിടത്ത് 2 ശവകുടീരങ്ങൾ കണ്ടു കാണും. അവിടെ മുതൽ ഇവിടം വരെയാണ് എസ്റ്റേറ്റ്. തെക്കോട്ട് ആ പാറ വരെ. വീട്ടിൽ പോയി ഇവിടെ വാടി. ഓടി വേഗം, ഓടി വേഗം. ഏതാണ് പെണ്ണു? അതൊരു തൊഴിലാളി പെണ്ണാണ് സാർ. അതുകൊണ്ടാണോ അവളെ തല്ലിയത്? ഏയ് ഏയ് സോറി മിസ്റ്റർ ശങ്കരൻകുട്ടി, ആ പെണ്ണിനെ അത്ര അടിച്ചത് ശരിയായില്ല. ഇവിടെ എത്ര പേർക്ക് ഭ്രാന്തുണ്ട്? ഒരാൾക്ക് മാത്രം, എനിക്ക് മാത്രം. സാർ, ഇയാൾക്കും കിടക്കണം. ഞാൻ ഭ്രാന്തന്മാരുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെടാൻ പോവാ. സാർ, വല്ലാത്ത ഒരു സമയത്താണ് വന്നത്. ആ സമയത്തിന് എന്താ കുഴപ്പം? സരസ്വതി കൊച്ചമ്മ വലിയ മനോവിഷമത്തിലാണ്. സാർ, തനിക്കും ഭ്രാന്താണ്? ഇല്ല സാർ. പിന്നെ 5 ദിവസം മുമ്പാണ് കൊച്ചമ്മയുടെ ഭർത്താവ് മരിച്ചത്. അതൊരു ദുർമരണമായിരുന്നു. നാട്യാമാനെ ആരോ കൊന്നതാണ്. ആരാണ് കൊന്നതെന്ന് അറിയില്ല. മരിച്ചതിന് ശേഷം ഏമാനും മിണ്ടി.